കശ്മീർ വിഷയത്തിൽ അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യക്കെതിരെ നിരന്തരം ശബ്ദമുയർത്തുന്ന ഒരു രാജ്യമുണ്ട്. തുർക്കി. പാകിസ്ഥാന്റെ ഏറ്റവും അടുത്ത മിത്രം. അന്താരാഷ്ട്ര വേദികളിൽ ചെന്ന് നമ്മുടെ കശ്മീരിനെ തൊട്ട് കളിക്കാൻ നോക്കിയവരാണ് അവർ. പാകിസ്ഥാന് ആയുധം കൊടുത്ത് ഇന്ത്യയെ തളയ്ക്കാൻ നോക്കിയതാണ് ഈ തുർക്കി. അവർ കരുതി ചതുരംഗ കളിയിൽ തങ്ങളാണ് രാജാക്കന്മാരെന്ന്. പക്ഷേ അവർക്ക് തെറ്റി. അടികൊണ്ട് മിണ്ടാതിരിക്കാൻ ഇത് പഴയ ഇന്ത്യയൊന്നുമല്ല. തുർക്കിയുടെ നെഞ്ചെടുപ്പ് കൂട്ടി മെഡിറ്ററേനിയൻ കടലിനെ ഇന്ത്യ ഇന്ന് തന്ത്രപരമായിട്ടുള്ള ഒരു കോട്ടയായി മാറ്റിയിരിക്കുകയാണ്. സൈപ്രസും ഗ്രീസും അർമേനിയയും ഇന്ന് ഇന്ത്യയുടെ വിശ്വസ്ത മിത്രങ്ങളാണ്. ശത്രുവിൻ്റെ അതിർത്തിക്കുള്ളിൽ കയറി അവരെ ശ്വാസം മുട്ടിക്കുന്ന ഇന്ത്യയുടെ ഒരു ടാക്ടിക്സ്. കശ്മീരിൻ്റെ കളി തുടങ്ങിയ പാകിസ്ഥാനും തുർക്കിക്കും ഡൽഹി നൽകിയ ആ മാരക മറുപടി എന്താണ്? അന്താരാഷ്ട്ര രാഷ്ട്രീയത്തെ ഉലച്ചു കളഞ്ഞ ഇന്ത്യയുടെ ആ രഹസ്യ ഓപ്പറേഷൻ്റെ കഥ നമുക്കിന്നൊന്ന് നോക്കാം. വെൽക്കം ടു മൈ സയൻസ് ഗാരേജ്. ഇന്ത്യ, പാകിസ്ഥാൻ, തുർക്കി, സൈപ്രസ് എന്നീ രാജ്യങ്ങളെ കേന്ദ്രീകരിച്ച് ഇന്ന് മെഡിറ്ററേനിയൻ കടലിൽ നടക്കുന്ന ജിയോ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയുടെ പശ്ചാത്തലം വളരെ ആഴത്തിലുള്ളതാണ്. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ തർക്കമൊന്നുമല്ല. ഇതിന് ഒരു വലിയ ചരിത്രത്തിൻ്റെ തന്നെ അടിത്തറയുണ്ട് എന്നതാണ് പ്രത്യേകത. ഈ വിഷയത്തിൻ്റെ ഭൂതകാല ചരിത്രവും അതേപോലെ ഇപ്പോഴത്തെ ബന്ധങ്ങളും ഇതെങ്ങനെയാണ് സമകാലീന ലോകത്ത് പ്രസക്തമാകുന്നത് എന്ന് നമുക്ക് വിശദമായിട്ടൊന്ന് നോക്കാം. തുർക്കിയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധത്തിന് ദശാബ്ദങ്ങളുടെ പഴക്കമുണ്ട്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ മുസ്ലിങ്ങൾ ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ, അതായത് ഇന്നത്തെ തുർക്കിയുടെ തകർച്ച തടയുന്നതിനായിട്ട് ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിച്ചിരുന്നു. അപ്പോൾ ഈ ചരിത്രപരമായിട്ടുള്ള ഓർമ്മകൾ പാകിസ്ഥാൻ രൂപീകരണത്തിന് ശേഷവും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വൈകാരിക ബന്ധമായിട്ട് ഇങ്ങനെ തുടരും. 1950കളിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ചേരിയുടെ ഭാഗമായി അമേരിക്ക രൂപീകരിച്ച സെൻറ്റോ, അതായത് സെൻട്രൽ ട്രീറ്റി ഓർഗനൈസേഷൻ പോലെയുള്ള സൈനിക സഖ്യങ്ങളിൽ തുർക്കിയും പാകിസ്ഥാനും ഒന്നിച്ച് പ്രവർത്തിച്ചിരുന്നു. ഇത് ഇരു രാജ്യങ്ങളുടെയും സൈന്യങ്ങൾ തമ്മിലുള്ള വലിയ സൗഹൃദത്തിന് വഴിവെച്ചു. അതുപോലെ പാകിസ്ഥാൻ രൂപീകൃതമായ കാലം മുതൽ കശ്മീർ വിഷയത്തിൽ അവർക്ക് അന്താരാഷ്ട്ര തലത്തിൽ പരസ്യമായ രീതിയിലുള്ള പിന്തുണകളൊക്കെ നൽകുന്ന ചുരുക്കം ചില രാജ്യങ്ങളിലൊന്നാണ് ഈ തുർക്കി. സമീപകാലത്ത് പ്രത്യേകിച്ച് തുർക്കിയിൽ റെസെപ്പ് തൊയ്ബ് എർദോഗനൊക്കെ പ്രസിഡന്റ് ആയതിനു ശേഷം ഈ ബന്ധത്തിന് പുതിയൊരു മാനം കൈവന്നു. സൗദി അറേബ്യയുടെ നേതൃത്വത്തിലുള്ള അറബ് ലോകത്തിന് ബദലായിട്ട് ഇസ്ലാമിക് ലോകത്തിൻ്റെ പുതിയ ഒരു നേതാവാകാൻ എർദോവൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനായി മലേഷ്യ, പാകിസ്ഥാൻ, തുർക്കി എന്നിവരെ ചേർത്ത് പുതിയ ഒരു അച്ചുതണ്ട് സഖ്യം രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ ഇന്ത്യയുടെ ആഭ്യന്തര കാര്യമായിട്ടുള്ള കശ്മീരിലെ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനെതിരെ തുർക്കി കടുത്ത ഭാഷയിൽ പ്രതികരിച്ചതൊക്കെ നമ്മൾ അടുത്ത് കണ്ടിട്ടുള്ളതാണ്. തുർക്കി തങ്ങളുടെ അത്യാധുനിക അറ്റാക്ക് ഡ്രോണുകളും യുദ്ധക്കപ്പലുകളും പാകിസ്ഥാന് നൽകുന്നുണ്ട്. പാകിസ്ഥാൻ സൈന്യത്തിന് പരിശീലനം നൽകുന്നതിലും തുർക്കി വളരെ മുന്നിലുള്ള ഒരു രാജ്യമാണ്. തങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ തുർക്കി ഇടപെട്ടതോടുകൂടി ഇന്ത്യ തങ്ങളുടെ തന്ത്രം മാറ്റി. തുർക്കിയെ അവരുടെ അതിർത്തിയിൽ തന്നെ പൂട്ടാൻ ഇന്ത്യ തിരഞ്ഞെടുത്തത് 3 രാജ്യങ്ങളെയാണ്: സൈപ്രസ്, ഗ്രീസ്, അർമേനിയ. വെറുതെ അങ്ങ് തിരഞ്ഞെടുത്തതൊന്നുമല്ല ഈ 3 രാജ്യങ്ങളെ. തുർക്കിയുടെ ഏറ്റവും വലിയ തലവേദനയാണ് സൈപ്രസ്. 1974 തുർക്കി സൈപ്രസിനെ ആക്രമിക്കുകയും അതിൻ്റെ വടക്കൻ ഭാഗം നിയമവിരുദ്ധമായി കൈക്കലാക്കുകയും ചെയ്തിരുന്നു. ഈ വടക്കൻ സൈപ്രസിനെ ഒരു രാജ്യമായി ലോകത്ത് തുർക്കി മാത്രമേ അംഗീകരിച്ചിട്ടുമുള്ളൂ. അപ്പോൾ കാശ്മീർ വിഷയത്തിൽ തുർക്കി പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന ആ ഒരു ടൈമിൽ സൈപ്രസിൻ്റെ പരമാധികാരത്തെ ഇന്ത്യ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നതും UN പ്രമേയങ്ങൾ പാലിച്ച് തുർക്കി സൈപ്രസിൽ നിന്ന് പിന്മാറണമെന്ന് ഇന്ത്യ ശക്തമായി ആവശ്യപ്പെടുന്നതും ഇതേ കാരണങ്ങൾ കൊണ്ടാണ് എന്ന് മനസ്സിലാക്കണം. സിമിലർലി തുർക്കിയുമായി കാലങ്ങളായി യുദ്ധസമാനമായ സാഹചര്യമുള്ള രാജ്യങ്ങളാണ് ഗ്രീസും അർമേനിയയും. ഇന്ത്യ ഇന്ന് ഗ്രീസുമായി തന്ത്രപരമായിട്ടുള്ള നാവിക സഖ്യത്തിലാണ് ഉള്ളത്. അർമേനിയയ്ക്ക് തുർക്കി പാക് സഖ്യത്തെ പ്രതിരോധിക്കാൻ ഇന്ത്യ തങ്ങളുടെ പിനാക്ക റോക്കറ്റ് സിസ്റ്റം പോലെയുള്ള തദ്ദേശീയ മിസൈൽ സംവിധാനങ്ങളും പീരങ്കികളും ഒക്കെ ധാരാളം നൽകുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ശത്രുവിനെ തുരത്താൻ ശത്രുവിൻ്റെ തന്നെ ശത്രുവിനെ ഉപയോഗിക്കുക എന്നൊരു പഴയ തന്ത്രമാണ് ഇവിടെ ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. സമകാലീന ലോകത്ത് ഇത് ഏത് രീതിയിലാണ് പ്രസക്തമാകുന്നത് എന്നൊരു ചോദ്യമായിരിക്കും എല്ലാവരുടെയും മനസ്സിൽ ഇപ്പോൾ വന്നിട്ടുണ്ടാവുക. സൗദി അറേബ്യയും UAEയും ഇന്ന് ഇന്ത്യയുമായി അടുത്ത സൗഹൃദത്തിലാണുള്ളത്. അവർ പാകിസ്ഥാനെയും തുർക്കിയെയും അകറ്റി നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. ഇതിനാൽ ഇന്ത്യ, സൗദി, UAE സഖ്യത്തിന് ബദലായി പാകിസ്ഥാൻ, തുർക്കി, ഖത്തർ സഖ്യമാണ് ഇന്ന് നിലകൊള്ളുന്നത്. ഞാൻ മുമ്പൊരു വീഡിയോയിലൊക്കെ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ ഇന്ത്യയിൽ നിന്ന് തുടങ്ങി മിഡിൽ ഈസ്റ്റ് വഴി യൂറോപ്പിലേക്ക് പോകുന്ന IMEC, അതായത് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് ഇക്കണോമിക് കോറിഡർ എന്ന് പറയുന്ന ഒരു സാമ്പത്തിക പാതയിൽ തുർക്കി അംഗമല്ല എന്നുള്ളതാണ്.
ഈ പാത തുർക്കി ഒഴിവാക്കി ഗ്രീസും സൈപ്രസും വഴിയാണ് കടന്നു പോകുന്നത്. ഇത് തുർക്കിയെ സാമ്പത്തികമായിട്ട് ഒറ്റപ്പെടുത്തുന്നതാണ്. ഈ ഒരു പ്രാദേശിക തർക്കം ഇന്ന് ലോക രാഷ്ട്രീയത്തെ മാറ്റിമറിക്കുന്ന വലിയൊരു ചർച്ചയായി മാറാൻ സാധ്യതയുള്ളതാണ് എന്നുള്ളതാണ്. തുർക്കിയുടെ ഡ്രോൺ സാങ്കേതിക വിദ്യയ്ക്ക് ബദലായി ഇന്ത്യ തങ്ങളുടെ പ്രതിരോധ ഉൽപ്പന്നങ്ങൾ തുർക്കിയുടെ ശത്രുക്കൾക്ക് വിറ്റഴിക്കുന്നത് ആഗോള ആയുധ വിപണിയിൽ ഇന്ത്യയുടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നുണ്ട്. മുൻകാലങ്ങളിൽ അന്താരാഷ്ട്ര വേദിയിൽ പ്രതിരോധത്തിലായിരുന്ന ഇന്ത്യ ഇന്ന് ശത്രുരാജ്യങ്ങളുടെ തട്ടങ്ങളിൽ പോലും ചെന്ന് സഖ്യങ്ങൾ ഉണ്ടാക്കി ഒഫൻസീവ് ഡിപ്ലോമസി സ്വീകരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവായിട്ടാണ് ഈ സൈപ്രസ് തുർക്കി വിഷയത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് എന്ന് ചുരുക്കി പറയാം. അപ്പോൾ പാകിസ്ഥാനെ മുൻനിർത്തി ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാമെന്ന് കരുതിയ തുർക്കിക്ക് അവരുടെ സ്വന്തം അതിർത്തിയിൽ സൈപ്രസിനെയും ഗ്രീസിനെയും ഒക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇന്ത്യ കൊടുക്കുന്ന ഒരു ചെക്ക്മേറ്റ് ആയിട്ട് വേണം നിലവിലെ സാഹചര്യത്തെ മനസ്സിലാക്കുവാനുള്ളത്. അപ്പോൾ ഇതിൽ എടുത്തു പറയേണ്ട ഒന്നാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഐമെക്, ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം. അപ്പോൾ ഞാൻ പണ്ട് ഇതിനെപ്പറ്റി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിക്കൊക്കെ ബദലായിട്ട് ഇന്ത്യ യു എസും യൂറോപ്യൻ യൂണിയനും ഒക്കെ ചേർന്ന് വിഭാവനം ചെയ്ത വിപ്ലവകരമായിട്ടുള്ള ഒരു വ്യാപാരപാതയാണിത്. ഇതിൽ മെഡിറ്ററേനിയൻ കടലും സൈപ്രസും വെറും ഒരു ഭൂമിശാസ്ത്രപരമായിട്ടുള്ള വഴി മാത്രമല്ല, മറിച്ച് ഈ പദ്ധതിയുടെ വിജയപരാജയങ്ങളെ നിർണ്ണയിക്കുന്ന ഏറ്റവും തന്ത്രപ്രധാനമായ ഗേറ്റ്വേ ആണ്. ഇന്ത്യയിൽ നിന്ന് കടൽ മാർഗം യു എയിൽ എത്തുന്ന ചരക്കുകൾ അവിടെ നിന്ന് സൗദി അറേബ്യയും ജോർദാനും കടന്ന് റെയിൽവേ മാർഗം ഇസ്രയേലിലെ ഹൈഫ തുറമുഖത്താണ് എത്തിച്ചേരുന്നത്. അപ്പോൾ ഇവിടെയാണ് മിഡിൽ ഈസ്റ്റിൻ്റെ അതിർത്തി അവസാനിക്കുന്നതെന്ന് മനസ്സിലാക്കാം. ഹൈഫ തുറമുഖത്ത് നിന്ന് ചരക്കുകൾ യൂറോപ്പിലേക്ക് എത്തിക്കണമെങ്കിൽ മെഡിറ്ററേനിയൻ കടലൊക്കെ മുറിച്ച് കടക്കുകയേ മാർഗമുള്ളൂ. മെഡിറ്ററേനിയൻ കടലിലൂടെയുള്ള കപ്പൽ ചാലുകളാണ് ഗ്രീസ്, ഇറ്റലി തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളിലെ പ്രധാന തുറമുഖങ്ങളിലേക്ക് ചരക്കുകളൊക്കെ എത്തിക്കുന്നത്. അപ്പോൾ അവിടെയാണ് സൈപ്രസിൻ്റെ സ്ഥാനം പ്രാധാന്യമർഹിക്കുന്നത്. മെഡിറ്ററേനിയൻ കടലിൻ്റെ കിഴക്കൻ മേഖലയിൽ, അതായത് ഇസ്രയേലിനും ഗ്രീസിനും കൃത്യം നടുവിലായി സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യമാണ് ഈ സൈപ്രസ്. ഹൈഫയിൽ നിന്ന് പുറപ്പെടുന്ന കപ്പലുകൾക്ക് ഏറ്റവും സുരക്ഷിതമായ ഒരു ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബായും റീഫ്യൂലിംഗ് കേന്ദ്രവുമായിട്ടൊക്കെ മാറുവാൻ ഈ സൈപ്രസിന് സാധിക്കും. നിലവിൽ ഇന്ത്യയിൽ നിന്നുള്ള വ്യാപാരത്തിൻ്റെ ഭൂരിഭാഗവും നടക്കുന്നത് ഈജിപ്തിലെ സൂയസ് കനാൽ വഴിയാണ്. എന്നാൽ സമീപകാലത്ത് ചെങ്കടലിലൊക്കെ ഈ ഹൂതി വിമതരുടെ ആക്രമണം ഉണ്ടായപ്പോൾ ആഗോള വ്യാപാരം മുഴുവൻ പ്രതിസന്ധിയിലൊക്കെയായി. സൂയസ് കനാൽ ബ്ലോക്കായാൽ യൂറോപ്പിലേക്കുള്ള വഴികൾ അടയുമെന്നാണ് അർത്ഥം. എന്നാൽ ഐമെക് പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ മിഡിൽ ഈസ്റ്റ് വഴി വരുന്ന ചരക്കുകൾ നേരെ മെഡിറ്ററേനിയൻ കടലിലേക്കാണ് പ്രവേശിക്കുന്നത്. അപ്പോൾ ഈ റൂട്ടിൽ സൈപ്രസ് ഇന്ത്യയുടെ സുഹൃത്ത് രാജ്യമായി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ചെങ്കടലിലെ പോലെയുള്ള സുരക്ഷാ ഭീഷണികൾ ഉണ്ടായാൽ ചരക്കുകൾ സുരക്ഷിതമായി സൂക്ഷിക്കുവാനും അതേപോലെ റൂട്ടൊക്കെ തിരിച്ചുവിടാനും സൈപ്രസിലെ തുറമുഖങ്ങൾ ഇന്ത്യയെ സഹായിക്കുമെന്നതാണ് ഗുണം. ഭൂമിശാസ്ത്രപരമായിട്ടൊക്കെ നോക്കിയാൽ ഏഷ്യയെയും യൂറോപ്പിനെയും ഖണ്ഡിക്കുന്ന സ്വാഭാവിക പാത തുർക്കിയിലൂടെ ഒന്നുമല്ല കടന്നു പോകുന്നത് എന്നത് സത്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ പദ്ധതിയിൽ തുർക്കിയെ കൂടി ഉൾപ്പെടുത്തണമെന്ന് ഇന്ത്യ ശക്തമായി ആവശ്യപ്പെടുന്നു. എന്നാൽ പാകിസ്ഥാൻ അനുകൂല നിലപാട് സ്വീകരിക്കുന്ന തുർക്കിയെ ഇന്ത്യ ഈ പദ്ധതിയിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കുകയും ചെയ്യുന്നുണ്ട്. പകരമായി ഇന്ത്യ തിരഞ്ഞെടുത്ത തുർക്കിയുടെ ശത്രുരാജ്യമായിട്ടുള്ള ഗ്രീസിനെയും സൈപ്രസിനെയുമായി. മെഡിറ്ററേനിയൻ കടലിൽ സൈപ്രസുമായി സഖ്യം ഉണ്ടാക്കുന്നതിലൂടെ ആ മേഖലയിലെ തുർക്കിയുടെ മേധാവിത്വമൊക്കെ തകർക്കുന്നതിനും യൂറോപ്യൻ യൂണിയനിലേക്ക് നേരിട്ട് സ്വാധീനം ഉറപ്പിക്കുന്നതിനും ഇന്ത്യക്ക് കഴിയും. ഐമെക് എന്നത് വെറും ഒരു കപ്പൽ റെയിൽ പാത മാത്രമല്ല, അതിലൂടെ വമ്പൻ വൈദ്യുതി ലൈനുകളും ഹൈ സ്പീഡ് ഡിജിറ്റൽ ഡേറ്റ കേബിളുകളും ഒപ്പം ഗ്രീൻ ഹൈഡ്രജൻ പൈപ്പ് ലൈനുകളും ഒക്കെ കടന്നു പോകുന്നുണ്ട്. മെഡിറ്ററേനിയൻ കടലിലൂടെയുള്ള ഈ ഒരു കേബിളുകളുടെയും പൈപ്പ് ലൈനുകളുടെയും പ്രധാന കണക്ടിവിറ്റി പോയിന്റുകളിൽ ഒന്നാണ് ഈ സൈപ്രസ് എന്ന് പറയുന്നത്. ഭാവിയിൽ മിഡിൽ ഈസ്റ്റിൽ നിന്നും ഇന്ത്യയിൽ നിന്നും യൂറോപ്പിലേക്ക് പോകുന്ന പുനരുപയോഗ ഊർജത്തിൻ്റെ വിതരണ കേന്ദ്രമൊക്കെയായി സൈപ്രസ് മാറുമെന്നതും ഏറ്റവും വലിയൊരു ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. അതായത് അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ സ്ഥിരമായിട്ടുള്ള ശത്രുക്കളോ മിത്രങ്ങളോ ഇല്ല, താല്പര്യങ്ങൾ മാത്രമാണ് ഉള്ളത് എന്ന് ഇന്ത്യ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. അന്താരാഷ്ട്ര നയതന്ത്രത്തിൻ്റെ ചെസ് ബോർഡിൽ ഇന്ത്യ കരുക്കൾ നിൽക്കുന്നത് കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങുകളിലൂടെയാണ്. കശ്മീരിൽ കളിക്കാൻ നോക്കിയ തുർക്കിക്കും പാകിസ്ഥാനും മെഡിറ്ററേനിയൻ കടലിൽ ഇന്ത്യ ഒരുക്കിയ ഈ കെണിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇന്ത്യയുടെ ഇത്തരം തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങളും ഭൗമരാഷ്ട്രീയ വിശകലനങ്ങളും ഒക്കെ കാണാൻ ഇനിയും നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ തയ്യാറാക്കുന്ന വീഡിയോ ആദ്യം നിങ്ങളിലേക്ക് എത്തും. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോയുമായി വീണ്ടും കാണും വരെ ടിൽ ദെൻ ദിസ് ഇസ് ലിജു signing off.